നമസ്കാരം, ഞാൻ അഖിൽ. ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിവിധ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. കോൺകോഡ്. PSC പരീക്ഷയിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺകോഡ്. പഠിച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, ഗ്രാമറിൻ്റെ ഡെപ്ത് വശങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ഓർമ്മയിൽ നിർത്താനോ അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനോ സാധിക്കുന്നില്ല. നമുക്ക് ഗ്രാമർ പോർഷനെ എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ മലയാളം ഗ്രാമർ ക്ലാസ്സുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. PSC ചോദിക്കുന്ന അല്ലെങ്കിൽ PSC ചോദിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്തു. നമുക്ക് ഗ്രാമറിൻ്റെ ഡെപ്തിൻ്റെ ആവശ്യമില്ല. PSC ചോദിക്കുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ പരീക്ഷകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഞാൻ ആ ഒരു മെത്തേഡാണ്, ഗ്രാമറിൻ്റെ റൂൾസ് പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്നതിനപ്പുറം PSC ചോദിച്ച ചോദ്യങ്ങൾ അത് എന്തുകൊണ്ട് ഇങ്ങനെ ഉത്തരം വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് അതേ മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് ഇനി ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കിനും PSC ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള റീസൺ പഠിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാനും വളരെ വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ കോൺകോഡ് എന്നൊരു ടോപ്പിക്ക് നമുക്കൊരു 10-30 മോഡലുകൾ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ പഠിക്കാതെ ഒരു 3 ക്ലാസ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 10 മോഡൽ മീൻസ് തുടക്കക്കാർക്ക് വേണ്ടി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, പല രീതിയിലുള്ള വിദ്യാർത്ഥികളുണ്ട്. പഠിച്ചു തുടങ്ങുന്നവർ, ഒരു ആവറേജ് അറിവുള്ളവർ, വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നവർ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഡാഷ് ന്യൂസ് പേപ്പർ. ഇതാണ് ക്വസ്റ്റ്യൻ. മുൻപ് എക്സാമിന് ചോദിച്ച ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യകാലത്തൊക്കെ ഒരു 1998 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു 4-5 വർഷം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഷീ ഡാഷ് ന്യൂസ് പേപ്പർ. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ റീഡ്, ഓപ്ഷൻ ബി റീഡ്സ്, ഓപ്ഷൻ സി റീഡിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇപ്പോൾ 4 ഓപ്ഷൻസുമുണ്ട്. ഇപ്പോൾ PSCയുടെ ആൻസർ കീ പ്രകാരം ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി റീഡ്സ് ആണ്. ശരി ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി റീഡ്സ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ്. തേർഡ് പേഴ്സൺ സിംഗുലർ നമുക്കറിയാം, ഹീ, ഷീ, ഇറ്റ്, ദേ ഒക്കെയാണ് വരുന്നത്. അതിൽ സിംഗുലർ ആയിട്ടുള്ളത് ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ എപ്പോഴും നമ്മൾ സിംഗുലർ വെർബായിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ നമ്മൾ എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷീ റീഡ് എന്നുള്ളതിൻ്റെ നമുക്കറിയാം ക്രിയയോടൊപ്പം എസ് അല്ലെങ്കിൽ ES ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ വെർബ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റീഡ് എന്നുള്ളതിൻ്റെ സിംഗുലർ ആണെന്ത്? റീഡ്സ് എന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് ഓപ്ഷൻ ബി റീഡ്സ് വരുന്നത്. അപ്പോൾ ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗിൾ ആയിട്ടുള്ള ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് എപ്പോഴും ഓർത്തോണം. ഈ കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്ന് വിളിക്കും. അതായത് ഇംഗ്ലീഷ് ഗ്രാമറിൽ എപ്പോഴും ഒരു സെന്റൻസിലെ വെർബ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കോൺകോഡിൻ്റെയൊക്കെ ഡെഫിനിഷൻ എപ്പോഴും പഠിക്കുന്നതാണ്. എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്ന് വിളിക്കും. അതായത് എപ്പോഴും ഒരു സെന്റൻസിൽ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. അതിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹിയോ, ഷിയോ, ഇറ്റോ ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ദെൻ നോക്കാം മറ്റൊരു എക്സാമ്പിൾ. ഹീ പ്ലേസ് ക്രിക്കറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ഹീ എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് പ്ലേ എന്നുള്ളതിൻ്റെ സിംഗുലർ ആണെന്ത്? പ്ലേസ് ക്രിക്കറ്റ് എന്ന് വരുന്നു. ഇറ്റ് വർക്ക്സ് വെൽ. അപ്പോൾ ഇറ്റ് വർക്ക് വെൽ എന്നുള്ളത് തെറ്റാണ്. ഇറ്റ് വർക്ക്സ് വെൽ എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം എപ്പോഴും സിംഗുലർ
വെർബ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ തേർഡ് പേഴ്സൺ സിംഗിൾ ആയിട്ടുള്ള ഹി, ഷീറ്റ് എന്നിവ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്നത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. ഇനി രണ്ടാമത് ഇതേ മോഡലിൽ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ ആദ്യകാലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേ ഡാഷ് ന്യൂസ് പേപ്പർ. ദേ ഡാഷ് ന്യൂസ് പേപ്പർ. ദേ ഡാഷ് ന്യൂസ് പേപ്പർ. ഓപ്ഷൻ എ റീഡ്, ഓപ്ഷൻ ബി റീഡ്സ്, ഓപ്ഷൻ സി റീഡിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. റീഡ്, റീഡ്സ്, റീഡിങ്, നൺ ഓഫ് ദിസ്. ഇതാണ് ഓപ്ഷൻ ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ റീഡ് ആണ് വരുന്നത്. ദേ എന്നുള്ളത് നമുക്കറിയാം, ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്, പക്ഷേ അത് സിംഗുലർ അല്ല. ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കും? സാധാരണ പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ടാണ് ദേ റീഡ് എന്ന് വന്നത്. നമുക്കതിന് റീസൺ നോക്കാം, എന്താണ് അങ്ങനെ വരാനുള്ള റൂൾ എന്ന്. ഐ വി ഫസ്റ്റ് പേഴ്സൺ ആണ്, യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ ആണ്, ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഐ, വി, യു, ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായല്ലോ? അത് ഫസ്റ്റ് പേഴ്സൺ നമ്മളെപ്പോഴും പ്രസന്റ് ടെൻസിൻ്റെ കേസിലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐ, വി അത് രണ്ട് ഫസ്റ്റ് പേഴ്സൺ ആണ്, സെക്കൻഡ് പേഴ്സൺ യു ആണ്, അതേപോലെ തേർഡ് പേഴ്സൺ ആണ് ദേ. അപ്പോൾ ഐ, വി, യു, ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അത് ശ്രദ്ധിച്ചോണം, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഐ പ്ലേ ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പം ഐ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പക്ഷേ വെർബ് എന്താണ്? പ്ലൂറൽ ആണ്. അത് ആ ഒരു ഡെഫിനിഷൻ ഓർത്തണം. ഐ പ്ലേ ക്രിക്കറ്റ് എന്നേ വിളിക്കത്തുള്ളൂ. ദേ ഈറ്റ് ദോശ, യു വർക്ക് ഹാർഡ്. അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഐ പ്ലേ ക്രിക്കറ്റ് എന്നാണ് പറയുക, ദേ ഈറ്റ് ദോശ എന്നാണ് പറയുക, അല്ലെങ്കിൽ യു വർക്ക് ഹാർഡ് എന്നിങ്ങനെയാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ആ രണ്ട് മെത്തേഡ് ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത് PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. ഓപ്ഷൻ എ വർക്കിംഗ്, ഓപ്ഷൻ ബി വിൽ ബി വർക്ക്, ഓപ്ഷൻ സി വർക്ക്, ഓപ്ഷൻ ഡി വർക്ക്സ്. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. ഓപ്ഷൻ എ വർക്കിംഗ്, ഓപ്ഷൻ ബി വിൽ ബി വർക്ക്, ഓപ്ഷൻ സി വർക്ക്, ഓപ്ഷൻ ഡി വർക്ക്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിക്കാണും. വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വർക്ക് എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ജോൺ ആൻഡ് ഹിസ് ബ്രദർ എന്ന് പറയുമ്പോൾ രണ്ട് പേരാണ്, രണ്ട് പേരും സിംഗുലർ ആണെങ്കിലും രണ്ട് പേരാണ് വരുന്നത്. മനസ്സിലായല്ലോ? ജോൺ ആൻഡ് ഹിസ് ബ്രദർ. അപ്പോൾ ഇവിടെ വർക്ക് എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് റീസൺ എന്താണ് നമുക്ക് നോക്കാം. രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ, ജോണും അവൻ്റെ ബ്രദറും രണ്ടുപേരും സിംഗുലർ ആണ്, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു റൂളാണത്. രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇത് ശ്രദ്ധിച്ചോണം. ഇതിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വെർബ് പ്ലൂറൽ ആയിരിക്കണം. ശ്രദ്ധിച്ചോ? ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദീപു ആൻഡ് രാജു ആർ ഫ്രണ്ട്സ്. അപ്പോൾ ദീപു എന്നുള്ളതൊരു സിംഗുലർ സബ്ജക്റ്റ്, രാജു എന്നുള്ളൊരു സിംഗുലർ സബ്ജക്റ്റ്, അതിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ വെർബ് എന്താണ്? പ്ലൂറൽ. അപ്പോൾ ദീപു ആൻഡ് രാജു ആർ ഫ്രണ്ട്സ്. ദെൻ രമ്യ ആൻഡ് ഗീത. ഇപ്പോൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു. അപ്പോൾ വെർബ് നോർമലി എന്ത് വരും? പ്ലൂറൽ. രമ്യ ആൻഡ് ഗീത ആർ ടീച്ചേഴ്സ്. രമ്യ ആൻഡ് ഗീത ആർ ടീച്ചേഴ്സ്. രമ്യ ആൻഡ് ഗീത ആർ ടീച്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇതും എക്സാമിന് ആദ്യകാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇവിടെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം ശ്രദ്ധിച്ചോണം. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഡാഷ് ആബ്സെൻറ്റ്. The secretary and treasurer dash absent. Option A is, option B are, option C were, option D none of these. The secretary and treasurer dash absent. Option A is, option B are, option C were, option D none of these. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. ഇപ്പം നമുക്ക് തോന്നാം ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഇത് രണ്ട് സിംഗുലർ സബ്ജക്റ്റ് അല്ലേ എന്ന്. പക്ഷേ ഈ രണ്ട് സിംഗുലർ സബ്ജക്റ്റും ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് അതിൻ്റെ സെക്രട്ടറിയും ട്രഷററും ഒരാളാണ്. അതുകൊണ്ടാണ് വെർബ് എന്ത് വന്നത്? ഈസ് വന്നത്. പിടിയിട്ടല്ലോ. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെൻ്റ് എന്ന് വന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. പിടിയിട്ടല്ലോ. അപ്പോൾ ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈസ് ആബ്സെൻ്റ് എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ PSC ആവർത്തിച്ച എക്സാമ്പിൾ നോക്കാം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം. ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും ഒരാളാണ്. അതുകൊണ്ടാണ് വെർബ് എന്ത് വന്നത്? ഹാസ് എന്നുള്ളത് വന്നത്. പിടിയിട്ടല്ലോ. അതേസമയം മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ആർ ആബ്സെൻറ്റ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. ദ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വ്യക്തി. ഇവിടെ ദ ട്രഷറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് വെർബ് എന്തെന്നത്? ആർ ആബ്സെൻ്റ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ സബ്ജക്റ്റുകൾക്ക് മുന്നിൽ മയ്യോ അതുപോലെ ദായോ ഒക്കെ ചേർത്ത് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തികളാകും. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ആർ ആബ്സെൻറ്റ്. അതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഓർത്തിരിക്കേണ്ടത് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. Bread and butter dash good for breakfast. Option A are, option B is, option C were, option D none of these. Bread and butter dash good for breakfast. Option A are, option B is, option C were, option D none of these. ഇവിടെ നമ്മൾ ഈ പഠിച്ചു വന്ന റൂളിലെ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഈസ് ആണ്. അതായത് ഇവിടെ ബ്രെഡിനെയും ബട്ടറിനെയും ഒന്നായി കാണുന്നു. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഈസ് വന്നത്. അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്റ്റ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ കാണുന്നു. അവിടെ വെർബ് സിംഗുലർ ആയിരിക്കണം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. അതേ കാറ്റഗറിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മെൻ. ഇപ്പോൾ ടൈം ആൻഡ് ടൈഡ് എന്നുള്ള ഒന്നായി കാണുന്നതുകൊണ്ടാണ് വെയിറ്റ്സ് ഫോർ നോ മെൻ, വെയിറ്റ്സ് സിംഗുലർ വന്നത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, 6ാമത്തെ ക്വസ്റ്റ്യൻ. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഡാഷ് സബ്മിറ്റ് ദ അസൈൻമെന്റ്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഡാഷ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഹാവ്, ആർ, ഹാസ്, നൺ ഓഫ് ദീസ്. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഹാസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ് ഉപയോഗിച്ച് തന്നെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങൾക്ക് മുന്നിൽ ഈച്ച്, എവരി, അതേപോലെ നോ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. മീൻസ് അതിനെ ഒന്നായി കാണുന്നു. ഓരോരുത്തരും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഹാസ് എന്നൊരു വെർബ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ് എന്ന് വിളിക്കും.
അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുൻപിൽ ഈച്ച്, എവരി ഇവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുന്നിൽ ഈച്ച്, എവരി ഇവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അതും നോക്കി വെക്കേണ്ടത്. അപ്പോൾ ആൻഡിൻ്റെ കണ്ടീഷനിൽ തന്നെ PSC ചോദിച്ച ഒരു 7-8 ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ് 2017 ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്ട്സ്, ബുക്സ്, ഡിസീസസ് എന്നിവയുടെ പേരുകൾ ഏകവചനാർത്ഥത്തിൽ സൂചിക്കുമ്പോൾ സിംഗുലർ വെർബ് ആയിരിക്കണം. ഏകവചനാർത്ഥത്തിൽ യൂസ്. ഇപ്പോൾ നമുക്ക് എന്താണ് റിക്കിറ്റ്സ് ഈസ് എ ഡെഫിഷ്യൻസി സിൻഡ്രം, റിക്കിറ്റ്സ് ഈസ് എന്നേ വരത്തുള്ളൂ. അപ്പോൾ സബ്ജക്ട്സ്, ബുക്സ്, ഡിസീസസ് എന്നിവയുടെ പേരുകൾ ഏകവചനാർത്ഥത്തിൽ സൂചിപ്പിക്കുമ്പോൾ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഫിസിക്സ് ഈസ് ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറയുക. അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതും കോമൺ ആയിട്ട് എക്സാമിന് പണ്ട് മുതലേ ചോദിക്കാറുള്ള സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 4 kilometers ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. 4 kilometers ഡാഷ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. 4 ഓപ്ഷൻ. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി ഹാവ്. ഈസ്, ആറ്, വെയർ, ഹാവ്. ഇവിടെയും ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. കാരണം അതിനും ഉണ്ട് റീസൺസ്. നമുക്ക് നോക്കാം അതിൻ്റെ റീസൺ എന്താണെന്ന്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് എന്നിവയുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് എന്നിവയുടെ കൂടെ എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, മെഷർമെൻറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ആ ടൈപ്പിൽ പരീക്ഷയ്ക്ക് വരാറുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 kilos of potatoes dash nothing to carry is nothing to carry. 2 kilos of potatoes. പക്ഷേ അത് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. 30 rupees ഡാഷ് ഇനഫ് ഫോർ ലഞ്ച് ഈസ്. നമ്മൾ എമൗണ്ട് ഓഫ് മണി ആയിട്ടാണ് ഈസ് വന്നത്. 6 months ഡാഷ് നെസസറി ടു പ്രിപ്പയർ ഫോർ LDC എക്സാം. 6 months ഈസ് എന്നേ വരത്തുള്ളൂ. കിട്ടില്ല. അപ്പോൾ ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് എന്നിവയുടെ കൂടെ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. വിബ്രേജസ് LDC 2017 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. 4 ഓപ്ഷൻ. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി വിൽ ഹാവ് ബീൻ. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. അവിടെ ഒരു ചെറിയ റൂൾ എന്ന പോലെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകൾ ഏകവചന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഈസ് എ സൂപ്പർ പവർ. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ളതൊരു ഏകവചനാർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരുകൾ ഏകവചനത്തിൽ സൂചിപ്പിക്കുമ്പോൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ. അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. 10ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലേയിങ് വിത്ത് മാഡ് ഡാഷ് വെരി ഡേഞ്ചറസ്. പ്ലേയിങ് വിത്ത് മാഡ് ഡാഷ് വെരി ഡേഞ്ചറസ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി വിൽ ഹാവ് ബീൻ. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജെറൻഡ് സബ്ജക്റ്റായി വരുമ്പോൾ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അവിടെ ആ ഒരു ക്രിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലേയിങ് വിത്ത് മാഡ് ഈസ് വെരി ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ഇതേ ടൈപ്പ് എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ടോക്കിംഗ് ഇൻസൈഡ് ദ എക്സാം ഹാൾ ഡാഷ് പണിസിബിൾ. ടോക്കിംഗ് അപ്പോൾ തുടങ്ങുന്നത് ആ ഒരു ING ഫോം ഓഫ് ദി വെർബിലാണ്. ടോക്കിംഗ് ഇൻസൈഡ് ദ എക്സാം ഹാൾ ഈസ്
പണിഷബിൾ. അത് ഓർത്തോണം, ജെറൻഡ് എപ്പോഴും സബ്ജക്റ്റായി വരുമ്പോൾ നമുക്ക് വെർബ് സിംഗുലർ ആയിരിക്കണം. അതാണ് ടോക്കിംഗ് ഇൻസൈഡ് ദ എക്സാം ഹാൾ ഈസ് പണിഷബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോൺകോർഡ് എന്ന ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ചോദിക്കാറുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിരുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ റീസൺസുമാണ്. ഈ രീതിയിൽ തന്നെ പഠിച്ചാൽ എക്സാമിന് നമുക്ക് പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ലാതെ തന്നെ ഈ മോഡൽ ഓർക്കുകയും പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇത് ശ്രദ്ധിച്ചോണം. ഇതിലെല്ലാ ക്വസ്റ്റിനും, മിക്കവാറും എല്ലാ ക്വസ്റ്റിനും തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് പറയാം. കാരണം ഇത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരു ആവറേജുകാർക്കും അതുപോലെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വരും ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് മാറുക. ഗ്രാമർ പോർഷനാണ്, റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് പൂർണ്ണമായി എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്